സുധീഷേട്ടാ അദ്ദേഹത്തിന്റെ മരണം ഇപ്പൊ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത്. കാരണം ഞാനൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്, എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ്, വലിയൊരു മനസ്സുള്ള ആളാണ്. അപ്പൊ സ്വന്തമായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഏഴാ എന്നൊരു സിനിമ എന്നെ വിളിച്ചു, ഞാൻ പോയി അതിന്റെ ട്രെയിലറൊക്കെ കണ്ടതാണ്. അപ്പൊ വളരെ ഭയങ്കര വലിയ പ്രയാസമാണ്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ബോഡി കൊണ്ടുവന്നത്. നാളെ രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കുടുംബത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു കലാകാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോഴും ആ അധ്വാനത്തിന് ഒരു കുറവില്ല. സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി അതിനുവേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളാണ്. ഇല്ല, ഞാൻ അവരുടെ ഒന്നുകൊണ്ട് ബന്ധുക്കളായിട്ട് സംസാരിച്ചു. അവരാരും മറ്റേ വീട്ടുകാരും വന്നിട്ടില്ല കാണണം. എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി പോകും. ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴാണ് അറിയാലോ, ബാക്കിയെല്ലാം അറിയാലോ. അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ആരോഗ്യമുണ്ടോ. ഇതിപ്പോ നമുക്കറിയാം, ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് സത്യം പറഞ്ഞാൽ ഇതുപോലെ അറ്റാക്ക് കൊണ്ട് മരണപ്പെടുന്നത് ഒത്തിരി കാണാൻ സാധിക്കും. എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് നവാസിന്റെ മരണം.